ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളെ റൂമിന് 2 ദിവസം പാടുള്ളൂ മാസ്ക് ആയിട്ട് യൂട്യൂബ് ചാനൽ കേട്ടോ. അപ്പോൾ നമ്മളെ റൂമിന് 2 ദിവസം പാടുള്ളൂ. അപ്പോൾ അവരെ ഒന്ന് ക്ഷമിക്കുക. ഞാൻ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ പുതിയൊരു വണ്ടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ വണ്ടി ഇറങ്ങുന്നുണ്ട് പറഞ്ഞപ്പോൾ എൻ്റെ അഞ്ചൻ ഓടി വന്നു. ഹായ് പറഞ്ഞ ഷാമിനെ പറ്റി പറഞ്ഞില്ലേ. 1 അംഗനവാടിയിലാണ് ചെറുതാണ്. അപ്പോൾ ഈ ഒരു വണ്ടി ഉടനെ ഇറങ്ങും. അപ്പോൾ പെയിൻ്റൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് ഗൈസ്. എന്തായാലും കറക്റ്റ് അതേപോലെ ഇരിക്കണമെന്നറിയില്ല. ഈ വണ്ടീൻ്റെ പേരെന്തിന് ഗൈസ്? ഇത് സ്റ്റിക്കർ അടിച്ചൊരു വണ്ടി തന്നെയാണ്. ആ വണ്ടീൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ നമുക്കിനി ഒരു ബോണറ്റ് സെറ്റാക്കുന്നുണ്ട് ഗൈസ്. ബോണറ്റ് സെറ്റാക്കണമെങ്കിൽ എവിടെ പോകണമെന്നറിയോ? നമ്മുടെ ദുബായ് അങ്ങനെ ഏതൊരു സ്ഥലമുണ്ട് ഗൈസ്. അവിടേക്ക് വിളിച്ചറിയില്ല, നമുക്ക് ബോണറ്റ് റെഡിയുള്ളൂ. ബോണറ്റ് ഇറക്കി എത്തിയ കാര്യമുള്ളൂ ഗൈസ്. ബോണറ്റ് ഇറക്കിയാലേ നമുക്ക് ഫ്രണ്ടിൽ മൂടാനിട്ടുള്ളൂ. പിന്നെ ടയർ ഇറക്കണം, സ്പോയിലറും ഇറക്കണം ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇതാണ് ഗൈസ്. ഇതിൻ്റെ കളർ എന്തെന്നാണ് ബ്രൗൺ ആയി നിൽക്കുന്നത്. കുറേ നേരമായി ഗൈസ് ഞാൻ റെഡിയാക്കാൻ നോക്കണേ, പക്ഷെ റെഡിയാക്കി ബ്രൗണായി നിൽക്കുക. നമുക്ക് ലോയിഡൊക്കെ ഒന്ന് ചെയ്യാറുണ്ട്. എഞ്ചിനൊക്കെ സാധാ 400. ഇതിനെ പല 400 എഞ്ചിൻ കയറ്റി. ഇതൊക്കെ ഒന്ന് വെച്ചെടുക്കട്ടെ ഗൈസ്. ഇതൊന്ന് കയറൂല. അപ്പോൾ ഗൈസ് വണ്ടി പിന്നെ കുറച്ച് പണികൾ ബാക്കിയുണ്ട് ഗൈസ്. ബോണറ്റ് സെറ്റാണ്, ടയർ സെറ്റാണ്, സ്പോയിലർ. ഈ 3 കാര്യങ്ങളാണ് ഗൈസ്. ഇത് കോളിങ്ങും ചെയ്യണം ഗൈസ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടെ ചെയ്താൽ ഇനി നമ്മൾ സ്റ്റിക്കർ വർക്കൊന്നും ചെയ്യണില്ല, നേരെ ഇങ്ങനെ ഇറക്കണ്. ഇങ്ങനെ തന്നെ അല്ല ഗൈസ് വണ്ടി. കൊളയിക്കണമില്ല എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മളെ കൂളിംഗ് ഒക്കെ ചെയ്യും ഗൈസ്. ഇനി കൂളിംഗ് ചെയ്യാണ്ട് എല്ലാം ഇത് ചെയ്യാണ്ട് ഗൈസ്. പിന്നെ അതേപോലെ അങ്ങനെ ഗൈസ് ആ 3 വർക്കും പണി കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഇറക്കും ഗൈസ്. ഒരു 1.5 വർക്ക് മുന്നത്തൊക്കെ പിന്നെ കണ്ടു കിട്ടി ഗൈസ്. നമുക്കെന്തായാലും ഒന്ന് കടയിൽ പോയി ചോദിച്ചോട്ടെ, അങ്ങനത്തെ സാധനം വല്ലതും ഇരിപ്പുണ്ടാകും. ഇല്ലെങ്കിൽ നമുക്ക് ഇറക്കേണ്ടി വരും ഗൈസ്, ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ഈ കടയിലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെക്കുക ഗൈസ്. എന്ത് രാത്രി ഞാൻ സ്റ്റോപ്പ് ലൈറ്റൊക്കെ ഉണ്ട് ഗൈസ്. നാളെ രാത്രി മിനിങ്ങുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇനി നിങ്ങളെ കേട്ടോ, എൻ്റെ അഞ്ചനാണ് ഗൈസ്. അതോ വണ്ടി ഇറക്കിയിട്ടില്ല ഗൈസ്, പോത്തിട്ട് തട്ടി. അതാണ് ഗൈസ് പുതിയ വണ്ടി വാങ്ങാനുള്ള മടി. സ്റ്റീറിങ് സെൻസ് കിട്ടാത്ത വർഷം കൂട്ടിയിട്ട ഗൈസ്. എന്താണ് കാറിൻ്റെ പ്രശ്നം? എന്താ കിടന്ന ഡ്രിഫ്റ്റാണ്. ടയർ പുതിയതാണല്ലോ, അറിയത്തില്ലേ. നമുക്കെന്തായാലും
രാവിലെ നോക്കട്ടെ നല്ല കട തുറക്കുള്ളൂ ഗൈസ്. ഇനി കുറച്ച് ടൈം എടുക്കും കട തുറക്കണമെങ്കിൽ. അതുവരെ നമുക്കതോടെ വെയിറ്റ് ചെയ്യാം. ഗൈസ് ഏതായാലും പോയോക്കല്ലേ. കിട്ടിയാൽ കിട്ടി, അത് കിട്ടൂല. അതാണ് ഗൈസ്. ഈ വണ്ടി വെച്ചൊന്നും ആരും അങ്ങനെ ഇറങ്ങലൊന്നുമില്ല. കാരണം പ്രീമിയം കാറാണ് ഗൈസ്. ബിഗിനേഴ്സിനൊക്കെ ഒരു ഓൾ ഡ്രീം പറഞ്ഞത് അങ്ങനെ ഗൈസ്. ഈ ഒരു വണ്ടി അങ്ങനെ നിങ്ങൾ പറയുക ഗൈസ്. ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ 5 കൂട്ടണം അല്ലെങ്കിൽ വേണ്ടേന്ന് നിങ്ങളൊന്ന് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി എല്ലാ വീഡിയോയിലും 5 വേണോ അല്ലെങ്കിൽ വേണ്ടേന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എന്തായാലും മച്ചാനും ഇവിടെ കാണില്ല. മിക്കവാറും ഫ്രണ്ടിലേക്കരം എന്താണെന്ന് ചോദിച്ചോട്ടെ. വണ്ടി പുറത്തുണ്ടല്ലേ. ലോ വൈഡൊന്നും അല്ലാത്തൊരു സുഖമായിട്ട് എടുക്കുക. ഞാൻ ഭർത്തിയാണൊന്ന് പോയി ചോദിച്ചോട്ടെ. നിങ്ങളിപ്പോൾ ഇതിന് വണ്ടീൻ്റെ ലുക്കൊന്ന് നോക്കിക്കോട്ടോ. കടലിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം ഇങ്ങനെ കയറുക. ഏതായാലും പൊച്ചുണ്ടാക്കി എൻ്റെ അനിയനാണ് ഗൈസ്. ഹലോ ഗായ്സ് ഒന്ന് പറയേ. അപ്പോൾ അവനക്ക് എല്ലാവരും ഒന്ന് ഒരു ഹായിട്ട് കൊടുക്കുക ഗൈസ്. ചെക്കൻ്റെ ആഗ്രഹങ്ങളൊന്ന് സാധിച്ചു കൊടുക്കുക ഗൈസ്. അപ്പോൾ ഞാൻ ചോദിച്ചൊക്കെ ഇവിടെ ഇല്ല ഗൈസ്. ടയർ വേണമെങ്കിൽ സെറ്റാക്കാമെന്നാണ് പറഞ്ഞ്. അങ്ങനെ കിട്ടിയിട്ട് കാര്യം ഗൈസ്. നമുക്കൊക്കെ പാടി ഇറക്കലാണ് നമ്മളെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ. പോണിട്ട് ഇവിടെ കിട്ടില്ല. അപ്പോൾ ഗൈസ് വേറെ വഴിയില്ല ഗൈസ്. പിന്നെ നമ്മളെ വിങ് ലാസ്റ്റ് സിവിക്ക് ആണോ അതോ മറ്റേ 10 സിവിക്കാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയണം. ഓക്കെ. ഒരു കോറിൽ തട്ടിയ ഗൈസ്. പുതിയ വണ്ടിയാണ്, പേടിയാവണ്. തട്ടുവോ ഇല്ലാന്നാണ് ഗൈസ് ഞാൻ പറയണേ. കുറച്ച് ബാക്ക് അടക്കിയുണ്ട്. അമ്മേ അതോ ഇതിൽ കൂടെ ഒക്കെ വണ്ടി കയറ്റി ഇന്നാണ് പറയുന്നത്. ഒരു കാര്യം ചെയ്തില്ല ഗൈസ്. ഇവിടെ നിന്ന് പറപ്പിച്ചാലാ അവയെ ആരോ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ചെന്ത് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.